അതേപോലെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ കച്ചവടത്തിൽ നല്ല ബർക്കത്തുണ്ടാവാനും നമ്മൾ പ്രത്യേകം ദ്വാരണം. അതേപോലെ നമ്മൾ ആ വിവരം അറിയാത്ത രീതിയിൽ നമ്മുടെ അയൽക്കാരൻ സലാം അവിടെ ചായ ഉണ്ടാക്കി വിളിച്ചിട്ടുണ്ടോ പായസമുള്ള വിവരം അറിഞ്ഞിട്ടുണ്ടാവില്ല തുടങ്ങിയാലും ഏതായാലും അവൻ്റെ ഭാര്യക്കും അസുഖമുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനെ തുടങ്ങിയുള്ള ആളുകൾ കൊണ്ടൊരു ദ്വാരണം. പിന്നെ ഇന്ന് നമ്മൾ ചെറുവായിൽ മരണപ്പെട്ട നമ്മുടെ ആൺകുട്ടിയാക്കൻ്റെ ഒപ്പം വരുമാകേണ്ട വല്യമ്മ നമ്മൾ അസാസിൽ ആദ്യകാലത്ത് വാഴ നടക്കുമ്പോഴും നമ്മൾ ISBയുടെ തുടക്കകാലത്ത് എല്ലാ വർഷവും 7 ദിവസം 10 ദിവസമൊക്കെ തുടർച്ചയായിട്ട് വാഴകളുണ്ടാകും. ആ വാഴയുടെ സദസ്സുകളിലൊക്കെ മുന്നിൽ വന്നിരിക്കുന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നലെ മരണപ്പെട്ട ഉമ്മയുടെ ഭർത്താവ് മുഹമ്മദാണ്. ആ ഉമ്മയും അതുപോലെ എല്ലാ വാഴകളിലും എല്ലാ പരിപാടികളിലും നമ്മുടെ എല്ലാ പരിപാടികളും നല്ലപോലെ സഹായിക്കുന്ന ഒരു ഉമ്മയായിരുന്നു. അള്ളാഹുവിന്റെ ഉമ്മക്കും മഫ്ഫറത്തും മറഹമത്തും നൽകട്ടെ. അതുപോലെ ഇന്ന് മരണപ്പെട്ട നമ്മുടെ ചെറുവട്ടൂരിൽ നമ്മുടെ മുഹമ്മദാക്കയും അബ്ബാസും അതേപോലെ മമ്മണിയാക്കയും ഒക്കെ നമ്മുടെ ഈ പള്ളിയുമായിട്ടും നമ്മുടെ ഈ പ്രസ്ഥാനവുമായിട്ടും സഹകരിക്കുന്നവരാണ്. അതേപോലെ അവരുടെ മോന് വാഹിദ് നമ്മുടെ എല്ലാ വിഷയത്തിലും മുന്നിലുണ്ടാകുന്ന ആളാണ്. വാഹിദ് അവരുടെ വലിയമ്മയാണ് ഇന്ന് മരിച്ചത്. അല്ലാഹു തആല ആ ഉമ്മക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഇന്നെന്നെ നല്ല സദസ്സാണ്. 1-2 നിർദ്ദേശങ്ങൾ പറയാം. സദസ്സ് നല്ല ഭംഗിയായിട്ട് നമ്മളെല്ലാ മഹദറക്കൊക്കെ ഇരിക്കുന്ന മാതിരി ഇൻഷാ അല്ലാഹ് നാളെ മുതൽക്ക് കുട്ടികളും വലിയവരും ഒക്കെ നല്ല ലൈനായിട്ട് തന്നെ നല്ല സദസ്സ് ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക. അതുപോലെ നമ്മൾ മൗലിദിന്റെ കിതാബുകൾ വാങ്ങിയിട്ടുണ്ട്. മൗലിദിന്റെ കിതാബുകൾ വാങ്ങിയതാണ് 2 കാര്യത്തിലാണ്. ഒന്ന്, ആളുകൾക്ക് മൗലിദ് നോക്കി ഓതി കുട്ടികളൊക്കെ നല്ല രീതിയിൽ മൗലിദ് ഓതി ശീലിക്കണം. അതേപോലെ തന്നെ ആ കിതാബുകളൊക്കെ വാങ്ങി തന്ന ആളുകൾക്ക് അതിന്റെ പ്രതിഫലവും കിട്ടണം. ഇപ്പോ നമ്മള് ഹൗദിന്റെ കരയിൽ ഒരു വുദൂവിന് ശേഷമുള്ള ഒരു പ്രാർത്ഥനയുടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊക്കെ ശ്രദ്ധിക്കാറുള്ളത് നമ്മൾ കാണാതെ പഠിച്ചതാണെങ്കിലും ഒന്ന് അതിൽ നോക്കിയിട്ട് നമ്മൾ ചെയ്യും. കാരണം എന്താ വെച്ചാൽ ആ ഒരാള് ആ ഒരു സാധനം വാങ്ങി തന്നല്ലോ, അപ്പൊ അദ്ദേഹത്തിന് അതിന്റെ പ്രതിഫലം കിട്ടണല്ലോ എന്നുള്ളവർക്ക് നമ്മൾ അതിൽ നോക്കി ചെല്ലാൻ ശ്രദ്ധിക്കാറുണ്ട്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പരമാവധി ഇനി ആവശ്യമെങ്കിൽ കിതാബുകൾ ഇനിയും വാങ്ങാം. എല്ലാ ആളുകളും, അതായത് ഇനിയിപ്പോ കണ്ണിന് കാഴ്ചയില്ലാത്ത കണ്ണിന് പ്രയാസമുള്ള ആളുകളാണെങ്കിൽ പോലും കുട്ടികൾക്ക് പ്രചോദനത്തിന് വേണ്ടി അത് വാങ്ങി നമ്മൾ കയ്യിൽ വെച്ചാൽ കുട്ടികളുടെ കാഴ്ചപ്പാടിൽ എന്തായി ബഷീർമാഷും കണ്ണിന് കാഴ്ചയില്ലെങ്കിലും ബഷീർമാഷും കിതാബ് കൈ പിടിച്ചിട്ടാണ് ഓതുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു രീതി വരും. അതുകൊണ്ട് എല്ലാ ആളുകളും ആ മൗലിദ് കിതാബ് കയ്യിൽ വെച്ച് ഓതാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ കയ്യിലൊക്കെ മൊബൈലുണ്ട്. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം പറയുന്നത് ഒരു 7 മിനിറ്റോ 8 മിനിറ്റിലപ്പുറം ഒരാൾക്ക് മൊബൈൽ നോക്കാതെ നിൽക്കാൻ കഴിയില്ല. അത്രയും മൊബൈലിനെ അഡിക്റ്റ് ആയിപ്പോയി മനുഷ്യന്മാർ. 7 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒന്ന് മൊബൈലൊക്കെ എടുത്ത് നോക്കാഞ്ഞാൽ മനുഷ്യന്റെ അവസ്ഥ പറ്റാത്ത രീതിയിലായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സദസ്സിൽ ഞാനൊരു അഭിപ്രായം പറയാം, നമ്മളെല്ലാവരും മൊബൈലൊന്ന് കവിഴ്ത്തി വെച്ചിട്ട്, അതായത് മൊബൈലിലാണെങ്കിലും എനിക്കൊക്കെ ബാൻഡ് വെക്കാം, അല്ലാത്തവർക്ക് കയ്യോ വെക്കാൻ കഴിയും, അതൊന്ന് തിരിച്ചു വെച്ച് ഈ സദസ്സിന് ആ മൊബൈൽ ഒന്ന് ഉപയോഗിക്കാതെ നിന്നാൽ, കാരണം ചില ആളുകൾ ന്യായീകരണം പറയുന്നത് മൊബൈൽ നോക്കി വരാനാണ് നമ്മൾ കിതാബ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഒരു മൊബൈൽ ഇല്ലാത്ത ഒരു സദസ്സായിട്ട് നമ്മൾ ഈ സദസ്സിനെ മാറ്റിയാൽ ഇപ്പൊ നമ്മൾക്ക് പലരും കാണാം, ഖുർആാനിനൊക്കെ ഖുർആാനുള്ള സദസ്സ് പോലും മൊബൈൽ നോക്കി ഖുർആാനും. ശരിക്ക് പൊന്മുളസാദ് അടക്കമുള്ള വലിയ മഹാന്മാർ പറഞ്ഞത് അങ്ങനെ ഖുർആൻ ഈ മൊബൈലിൽ നോക്കി ഓതിയ കൂലി കിട്ടൂല. അതേ സ്ഥാനത്ത് നമുക്ക് യാത്രയിലും മറ്റൊക്കെ ഓതണമെങ്കിൽ ചിലപ്പോൾ മൊബൈൽ കൈ വേണ്ടി വരും. ഖുർആൻ അവൈലബിൾ ആയ സ്ഥലത്ത് ആ ഖുർആനിൽ തന്നെ നോക്കി ഓതുന്ന രീതിയിലേക്ക് നമ്മൾ മാറി എവിന്റെ പരമാവധി മൊബൈലിനോട് ഒരു ചെറിയ ഒരു സമയം അകലം പാലിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കാം. കുടുംബത്തിൽ പറയാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മളെ എത്ര പ്രായമായാലും നമ്മളെ മോഹന്റെ സദസ്സിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് താല്പര്യവും പറഞ്ഞു. ആര്യാക്കളുടെ ഭാര്യ ഫാത്തിമ എന്നവരുടെ ആണ്ടിന്റെ ദിവസം കൂടിയാണ്. നമ്മുടെ മജിലിസിന്റെ നോവിന് ആ ഉമ്മയുടെ ഹദറത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ. ആ കുടുംബം ചെയ്യുന്ന സർവ സംരംഭത്തിന്റെയും പ്രതിഫലത്തിൽ അവരിൽ ആസ്വദിക്കാനുള്ള ഭാഗ്യം ആ ഉമ്മക്ക് നൽകുമാറാവട്ടെ. ആര്യാക്കളുടെ
الحمد لله الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد ولك الشكر حتى ترضى اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اغفر لنا جميع ذنوبنا واستر لنا جميع عيوبنا وكفر عنا جميع سيئاتنا وتوفنا مع الابرار اللهم اوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا أولا إلى حضرة سيدنا وحبيبنا المصطفى محمد صلى الله عليه وسلم وإلى حضرات أصحاب البدرين والحدين والخندقين والمنيبين والتبوكين وسائر الصحابة والقرابة كلهم أجمعين وإلى حضرات التابعين لهم وتابعهم بإحسان إلى يوم الدين أرحم الراحمين ربنا مجلس من സ്വീകരിക്കണം റബീഉൽ അവ്വൽ മാസം പിറവി കാണുന്നതിന് മുമ്പേ ഇവിടെ ഒരുമിച്ച് കൂടി മൗലിദിൽ പങ്കെടുത്ത് പടച്ചറക്കായി ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും നീ കബൂലാക്കണം പടച്ചോനെ ഞങ്ങളുടെ മരിച്ചുപോയ ആളുകൾക്ക് ഞങ്ങളുടെ മജ്ലിസിന്റെ തവാബിനെ നീ എത്തിക്കണം 1500ാമത്തെ ജന്മദിനം കൊടുത്ത മാസങ്ങളിലേക്ക് കടന്നു വന്ന പടച്ചോനെ വൈകാതെ ഈ മാസം വിട പറയും ഞങ്ങൾക്ക് ഈ മാസത്തെ നീ അനുകൂലമാക്കി തരണം ഈ മാസത്തിൽ ഒരുപാട് ഹൈറായ കാര്യങ്ങൾ മുത്തുനബിയുടെ തിരുചര്യകൾ ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ ഈ തൗഫീഖ് നൽകണം ഞങ്ങളൊക്കെ പാപികളാണ് ദോഷികളാണ് മുത്തുനബിയുടെ സ്വലാത്ത് ചൊല്ലിയതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പൊറുക്കണം ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് നീ പൊറുക്കണം ഞങ്ങളെ സ്ഥാപനത്തെ സഹായിച്ച ഒരുപാട് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് പക്ഷനൊക്കെ നീ പൊറുക്കണം ഈ സ്ഥാപനത്തിന്റെ തുടക്കകാലം മുതൽ ഇന്നേ വരെ ഏതൊക്കെ രൂപത്തിൽ സഹായിച്ച ആളുകളുണ്ട് അവർക്കൊക്കെ നീ പൊറുക്കണം അവർക്കൊക്കെ നീ ഹൈർ നൽകണം പലരുടെയും ഉമ്മമാരും ഉപ്പമാരും ആരുടെയും മുന്നിലാണ് പക്ഷേ ഞങ്ങളെ പോറ്റി വളർത്തിയതിന് പ്രത്യുപകാരം പൂർണ്ണാർത്ഥത്തിൽ ചെയ്യാൻ ഞങ്ങൾക്കാർക്കും സാധിച്ചിട്ടില്ല പക്ഷേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകണം മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകണം നീ സ്വർഗം നൽകണം ഞങ്ങളെ നീന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണം ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നേരത്തുള്ള ദീർഘായുസ്സ പ്രദാനം ചെയ്യണം ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ പലഹാരങ്ങളുടെ പായസം ഒരുപാട് ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ച് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ അതൊക്കെയോട് മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ഭാര്യ ഖദീജ എന്ന ഉമ്മയുടെ മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ നമ്മുടെ മജ്ലിസിന്റെ സ്വഭാവനായി നൽകണം പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് പലഹാരം എന്ന കാരണത്താൽ മൗലിദിലേക്ക് പലഹാരം കൊണ്ടുവന്ന കാരണത്താൽ സ്വർഗത്തിന്റെ ഖബറിൽ പ്രത്യേക അനുഭൂതി നൽകണം പ്രത്യേക അനുഭൂതി നൽകണം ഒരുമിച്ചുകൂടിയ മക്കൾ നാളെ പരീക്ഷ അഭിമുഖീകരിക്കുന്നവരാണ് എന്നിട്ടും മൗലിദിന്റെ സദസ്സിൽ പങ്കെടുത്തു അവർക്ക് നീ വലിയ വിജയം നൽകണം പരീക്ഷകളിലൊക്കെ വലിയ വിജയം നൽകണം പക്ഷെ അവർക്ക് നല്ല ഭാവി നൽകണം ഉയർച്ച നൽകണം നിങ്ങളുടെ മക്കളെ നീ ഒരാളെയും നീ പാടാക്കി കളയല്ല ഉത്തരവാദിത്വം പെടുത്തി കളയല്ല നാളെ ഞങ്ങളുടെ കാലശേഷം ഇതേപോലെ സ്ഥാപനങ്ങളിൽ മറ്റുള്ള വേദികളിലൊക്കെ വന്ന് മൗലിദൊക്കെ ചെല്ലിട്ട് ഉപ്പയിലേക്ക് ഞാനൊന്ന് ഹദിയ ചെയ്യട്ടെ എന്റെ ഉമ്മയിലേക്ക് ഞാനൊന്ന് ഹദിയ ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്ന ചിന്തിക്കുന്ന നല്ല മക്കളാക്കണം തീരും നാട്ടുകാർക്ക് ഉപകാരമുള്ള മക്കളാക്കണം നാളെ ഞങ്ങളുടെ സ്വർഗപ്രവേശനം തടയുന്ന രൂപത്തിൽ ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്ന മക്കളാക്കല്ല
യാ അല്ലാഹ് നമ്മുടെ ദുആ സ്വീകരിക്കണം റഹ്മാനെ, കബൂലാക്കണം അല്ലാഹ്. ഒരുമിച്ച് കൂടി കിടക്ക മനസ്സിലുള്ള മുഴുവൻ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി തരണം അല്ലാഹ്. നിങ്ങൾ അവസാനത്തെ റബീഉൽ വലാക്കണ്ട അല്ലാഹ്. ഒരുപാട് റബീഉൽ അവ്വൽ സ്വീകരിക്കാനും റബീഉൽ അവ്വലിലൊക്കെ നല്ല സുഹൃത്തുക്കൾ ചെയ്ത് ധന്യമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. اللهم إنا نسألك بحق